നമുക്കിവിടെ മലാവിലേക്ക് സാധനങ്ങളെല്ലാം മേടിച്ച് വരുമ്പോൾ ഒരു 10 ലക്ഷം ആവും കേട്ടോ. അന്ന് ഞാൻ ഈ കിച്ചൺ ടവൽസ് വാങ്ങുന്ന സമയത്ത് 6000 8000 ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ ഞാൻ വലിയൊരു പർച്ചേസിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നേക്കാണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഞങ്ങൾ കുഴിമന്തി ഉണ്ടാക്കിയതും ലിലോങ്ങെ പോണതൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെക്കപ്പിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഹോസ്പിറ്റലൊന്നും എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല. അങ്ങനെ ആ കഴിഞ്ഞ വ്ളോഗ് അവിടെ അവസാനിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട്, അതായത് വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയത്, ക്ഷീണമൊക്കെ മാറിയിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ വിറ്റൊഴിക്കാന്നല്ല, അതുപോലെ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, നല്ല നല്ല സാധനങ്ങളുണ്ട്. കുറേ ഫർണിച്ചർ ഐറ്റംസ് ഉണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അല്ലാതെ തന്നെ കുറേ എന്താ പറയുക, ബെഡ്ഷീറ്റ്, കംഫർട്ടർ, പില്ലോ, ടവൽസ്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഷോപ്പ് വിറ്റൊഴിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, വിറ്റൊഴിക്കുകയല്ല, ഇങ്ങനെ ക്ലോസ് ചെയ്യാനുള്ളതിൻ്റെ ഭാഗമാണ്. അപ്പോൾ പ്രൈസൊക്കെ റിഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ പോയി നോക്കാമെന്ന്. അവിടെ പോയപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ തമ്പനയിൽ കണ്ടില്ലേ, തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ മലാവിലേക്ക് സാധനങ്ങളെല്ലാം മേടിച്ച് വരുമ്പോൾ ഒരു 10 ലക്ഷം ആവും കേട്ടോ. അപ്പോൾ 10 ലക്ഷം എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയല്ല, 10 ലക്ഷം മലാവി കോച്ചയാവും. നമ്മളിവിടെ 10 ലക്ഷം മലാവി കോച്ച എന്നൊന്നും പറയാറില്ല, 1 മില്യൺ മലാവി കോച്ച എന്ന് പറയും. അത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 1 മില്യൺ മലാവി കോച്ച എന്ന് പറയുമ്പം വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുക, അതായത് അത്രയും വലിയൊരു പൈസ. പക്ഷേ ഇപ്പോൾ മലാവിയിൽ ഡീവാലുവേഷനൊക്കെ വന്ന് എല്ലാ സാധനത്തിനും പ്രൈസ് കൂടുതൽ, അതായത് എല്ലാം 10,000-ൻ്റെ മുകളിലേക്കായിരിക്കും എല്ലാത്തിൻ്റെയും റേറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ 1 മില്യൺ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമാണെങ്കിലും നമ്മളെല്ലാം ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനം വാങ്ങി വരുമ്പോഴത്തേക്കിനും അത്രയൊക്കെ ആകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പർച്ചേസിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ ഷോപ്പും റോഡും അവിടെ സിറ്റിയൊക്കെ കാണിച്ചു തരാറുള്ളത്. ഇപ്രാവശ്യം അതെല്ലാം വാങ്ങി വന്നതിന് ശേഷം എന്തൊക്കെ വാങ്ങി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് കാണാമല്ലേ, നമുക്കിങ്ങനെ ഓരോ പർച്ചേസിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊതുവേ ഇങ്ങനെ പർച്ചേസിങ്ങിന് പോണ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും വ്ളോഗ്സ് ആണെങ്കിലും അതുപോലെ ഓരോ സാധനങ്ങളൊക്കെ കാണാനൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഞാൻ കാണാറുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വ്ളോഗ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ടവൽസ് കാണാം. ഞാൻ മുന്നേ വീഡിയോയിൽ, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ ഇവിടെ കിച്ചൺ ടവൽസൊക്കെ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ കിച്ചൺ ടവൽസ് വാങ്ങണ സമയത്ത് 6000 8000 ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഒരു കിച്ചൺ ടവലിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 4000-ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കിച്ചൺ ടവൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 4000 മലാവി കോച്ചയാണ് കേട്ടോ. 4000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി അല്ല, മലാവി കോച്ചയാണ്. അപ്പോൾ എത്രയാണ് ഈ 4000 മലാവി കോച്ച എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ മുന്നേ വാങ്ങി, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നല്ല ക്ലോത്താണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് കുറച്ച് അധികം മേടിച്ചിട്ടോ. അപ്പോൾ വിചാരിക്കുന്നത് കുറച്ച് അധികം എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാ ഇത്രയും അധികം മേടിച്ച് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഷോപ്പ് അവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം 8000 പ്രൈസുള്ള 8000 മലാവി കോച്ച പ്രൈസുള്ള ഈ ഒരു ടവൽസിനൊക്കെ 4000 ആ റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രൈസിനും ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലോത്ത് വേറൊരു ഷോപ്പിൽ നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മലാവിയിൽ കിട്ടത്തില്ല. കാരണം മലാവിയിൽ ഡീവാലുവേഷനൊക്കെ വന്നിട്ട്, ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൈസയുടെ മൂല്യം കുറഞ്ഞു വരിക. അപ്പോൾ ഇവിടെ ഡീവാലുവേഷൻ വന്നതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ പ്രൈസ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് പ്രൈസ് കുറഞ്ഞത് കിട്ടുമ്പോൾ, നമ്മളിപ്പോൾ പൊതുവേ ആണെന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിലും പ്രൈസ് ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ നമ്മളത് വാങ്ങാൻ നോക്കുമല്ലോ. പക്ഷേ എല്ലായിടത്തുനിന്നും ഞാൻ അങ്ങനെ ഡിസ്കൗണ്ടിലൊന്നും വാങ്ങാറില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട്. ഈ ക്ലോത്ത് എനിക്ക് ഉപയോഗിച്ചിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ സോപ്പിൻ്റെ ആണോ നമ്മൾ എന്നൊന്നും കഴുകണേ കൊണ്ടാണോ എന്നറിയില്ല, കളർ ചെറുതായിട്ട് ഫെയ്ഡ് ആവുന്നുള്ളൂ. പക്ഷെ നല്ല കോട്ടൺ പോലെ എല്ലാ വെള്ളവും വലിച്ചെടുക്കും, നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കിച്ചൺ ക്ലോത്ത് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2-3 കളറാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത്. വേറെ ഒന്നല്ല, നമ്മൾ കിച്ചണിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ പാത്രമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അടിയിലെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തും. അപ്പോൾ അവിടെ ഇടയ്ക്ക് ഒന്ന് കത്തും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് കേട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിലക്കുറവായതുകൊണ്ടും നല്ല ക്ലോത്ത് ആയതുകൊണ്ടും നമുക്ക് പിന്നെയും ഉപയോഗിക്കാമല്ലോ. മടക്കി എടുത്ത് വെച്ചാൽ മതി, ആവശ്യത്തിനുള്ള മാത്രം എടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ അമ്മമാർക്ക് കൊടുക്കാം, അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണല്ലോ കിച്ചണിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്കൈ ബ്ലൂ കളർ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു
റെഡ് അല്ല, മെറൂൺ കളറുള്ളത്. ഈ മെറൂണിൽ തന്നെ ഞാൻ കുറച്ചും കൂടി വലുപ്പമുള്ളത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൈയൊക്കെ തുടയ്ക്കാൻ, നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വെച്ച കൈയൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന നല്ല ക്ലോത്താണ്. അതേപോലെ ഒരു ഗ്രേ കളറ് കണ്ടോ, ഇത് നല്ല നീട്ടമുള്ളതാണ്. ഇങ്ങനത്തെ ഒരു 2-3 ഞാൻ മേടിച്ചിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മേടിച്ച പ്രൊഡക്റ്റ് ഇതാണ്. പിന്നെ ഒരു ടവൽ മാത്രം കുറച്ച് വലുപ്പമുള്ള മേടിച്ചു, നമുക്ക് മുഖം തുടയ്ക്കാനും ബാക്കി കണ്ടില്ലേ, വേണേൽ തലയിലൊക്കെ കെട്ടാൻ, നമ്മൾ നനഞ്ഞ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് മുടി വെള്ളമൊക്കെ കളയണമെങ്കിലൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയ്യിൽ പിടിക്കാനൊക്കെ, അതായത് ബാഗിൽ ക്യാരി ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഈ ഒരു ക്ലോത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഇതിന് എനിക്ക് തോന്നുന്നു 8,000 പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 16,000, അങ്ങനെ ഡബിളാണ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ്. അപ്പോൾ ഇതും ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം കിച്ചൺ ക്ലോത്തുകളാണ് മേടിച്ചിട്ടുള്ള ഫസ്റ്റത്തെ. അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചിട്ടുള്ളത് പില്ലോ ആണ് കേട്ടോ. നല്ല പില്ലോ ആണ് ഇത്. നോർമലി ഇതിന് നല്ല റേറ്റ് ഉള്ളതാണ്, പക്ഷേ 15,000 മലാവിക്കോച്ചയ്ക്കാണ് ഈ ഒരു പില്ലോ കിട്ടിയിട്ടുള്ളത്. പില്ലോ സെറ്റാണ്, 2 പില്ലോ ഉണ്ട്. അങ്ങനത്തെ 2 സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങോട്ട് നമ്മൾ തിരിച്ചു വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പില്ലോസ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടണം, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പില്ലോയും മേടിച്ചിട്ടുണ്ട്. ഈ 15,000 മലാവിക്കോച്ച എത്രയാണ് ഇന്നത്തെ ഇന്ത്യൻ പാണിയിൽ എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ അത് കൂടുതൽ റേറ്റ്, നമ്മളെ നാട്ടിനെക്കാട്ടിലും കൂടുതലാണ് റേറ്റ് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം 4 വർഷമായിട്ട് ഇവിടെ നിൽക്കണേ കൊണ്ട് നാട്ടിലത്തെ പ്രൈസ് ഇപ്പോൾ ഓരോ സാധനത്തിൻ്റെയൊക്കെ എത്രയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ നാട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത നമ്മൾ പില്ലോയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുള്ളത് കുറച്ച് കംഫർട്ട് സെറ്റാണ് മേടിച്ചിട്ടുള്ളത്. സാധാരണ റേറ്റിൽ ഇത് നല്ല റേറ്റ് വരുന്നതാണ് കേട്ടോ. അതായത് ഒരു 60,000 70,000 അല്ലെങ്കിൽ ഒരു 50,000 ഒക്കെ വരുന്നതാണ്. പക്ഷേ അവിടെ ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുന്നത് 34,000, അതായത് 33,000 സംതിങ് ആണ്, ഏകദേശം 34,000 മലാവിക്കോച്ച. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ 4 സെറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മഴക്കാലം വരുമ്പോൾ നമുക്കിതൊക്കെ കഴുകിയിട്ടാൽ ഉണങ്ങാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ അതിൻ്റെ 4 സെറ്റ് മേടിച്ചിട്ടുണ്ട്. ശരിക്കും 4 സെറ്റിൻ്റെ ആവശ്യമില്ല, എന്നാലും ഇങ്ങനെ റേറ്റ് കുറഞ്ഞതിൽ കിട്ടിയപ്പോൾ വീട്ടിലേക്ക് ഉപകാരപ്പെടണം. ഞാൻ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും ഉപകാരപ്പെടുമോ എന്നാണ് ഫസ്റ്റ് നോക്കൂട്ടോ. കാരണം വെറുതെ നമ്മൾ പൈസ കളയണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കുറേ സാധനം വാങ്ങിയാലും എല്ലാം ഉപകാരത്തിലുള്ള മാത്രമേ വാങ്ങാറുള്ളൂ. ഓവറായിട്ട് കുറേ വാങ്ങി വെക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്കിത് നല്ലോണം ഉപകാരപ്പെടും എന്ന് അറിയണത് കൊണ്ട് തന്നെ കംഫർട്ട് സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് 4 ഉണ്ട്, അത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാക്കുന്ന 4 കംഫർട്ട് സെറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് പൊട്ടിക്കുന്നില്ല, വേറൊന്നുമല്ല, ഇപ്പോൾ ഉപയോഗിക്കാനുള്ളത് എൻ്റെ അടുത്ത് ഉണ്ട്. പിന്നെ ഇത് പൊട്ടിച്ചിട്ട് അതിൽ വെക്കേണ്ടല്ലോ. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് അവിടെ നിന്നോളൂ എന്ന് വിചാരിച്ചു. സാധാരണ കുഞ്ഞു അഞ്ചൊക്കെ അവിടെ നിൽക്കാൻ വരുമ്പോഴേ അവരോട് സാധനങ്ങൾ എന്തെങ്കിലും, ഇപ്പം നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കടയുടെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ പറയും, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബ്ലാങ്കറ്റ് എന്തായാലും എടുത്തോളൂ കേട്ടോ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാങ്കറ്റിന് എൻ്റെ അടുത്ത് ഭയങ്കര ക്ഷാമമാണ്. ഞാൻ കുറേ ഒന്നും വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് വർഷത്തിലൊരിക്കലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുള്ളൂ. അത് ഈ കുഞ്ഞു അഞ്ചിയെ വരാനും ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ഒന്നും വാങ്ങി ഞാൻ അത് സ്റ്റോക്ക് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് കുറേ വെറുതെ ഓരോന്നും വാങ്ങി കളയണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവരും. പിന്നെ ഞങ്ങൾ അത് വെച്ച് ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഓര് വരുമ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ടുവരാനൊന്നും പറയില്ല. ഇവിടെ ഇഷ്ടംപോലെ കംഫർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ പൊട്ടിക്കുന്നില്ല, പൊട്ടിച്ച് കാണിക്കണമെന്നുണ്ട്. പക്ഷേ കണ്ടോ ഇതിൻ്റെ ഡിസൈൻ കൊണ്ട് നല്ല ഡിസൈനാണ്. അത് കണ്ടോ, നല്ല ഡിസൈൻ. നമുക്ക് ഡിസൈൻസൊക്കെ നോക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു സെറ്റായിട്ട് എന്താ ഞാൻ വിചാരിച്ചു നമുക്ക് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ ഈ സാധനം കേട് വരാതിരിക്കും, ആവശ്യമുള്ളപ്പോൾ ഓരോന്നും എടുത്ത് ഉപയോഗിക്കും, അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ഇതാണ് ഡിസൈൻ കേട്ടോ ഓരോന്നിൻ്റെയും. ഇതിൽ കംഫർട്ടറുണ്ട്, പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പില്ലോ കവറും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സെറ്റാണ്. അങ്ങനത്തെ 4 സെറ്റാണിത്. അപ്പോൾ ഈ ഓഫറിൽ കിട്ടിയിട്ടുള്ള ഈ കംഫർട്ടറിന് 34,000 മലാവിക്കോച്ചയാണ് കേട്ടോ. അപ്പോൾ ഇത് 4എണ്ണത്തിനല്ല 34,000 എന്ന് പറയുന്നത്, ഒരെണ്ണത്തിനാണ് 34,000 എന്ന് പറയുന്നത്. പക്ഷേ നല്ല യൂസ്ഫുള്ളാണ്. കംഫർട്ടർ ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ കവർ ഉണ്ട്. ബെഡ്ഷീറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കംഫർട്ടറും പില്ലോ സെറ്റ് എന്തായാലും ഉണ്ട്, കംഫർട്ടറും ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ എന്തായാലും പൊട്ടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാണല്ലേ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തന്നേനെ കേട്ടോ. അപ്പോൾ അതെ, ഓഫറിൽ കിട്ടിയിട്ടുള്ള കംഫർട്ടർ ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തൊരു സാധനം കാണാം. അടുത്തതെന്ന് അറിയുന്നത് എനിക്ക് വളരെ ഉപകാരപ്പെട്ടൊരു സാധനമാണ്. വേറെ ഒന്നുമല്ല, മലാവിക്ക് വന്ന സമയം നമുക്ക് സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പം
ഒരു 7 കിലോ ഹാൻഡ് ലഗേജ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് നാട്ടിൽ പോകുമ്പോൾ ഈ 7 കിലോൻ്റെ സാധാരണ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അതായത് ഹാൻഡ് ബാഗ് ഇങ്ങനെ പുറത്ത് തോളത്തിടുന്ന 2 തോളത്തിടുന്നത് അതിലാണ് കൊണ്ടുവന്നത്. പക്ഷേ അത് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് അത് അങ്ങനെ ഏറ്റി പോകാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. പിന്നെ എയർപോർട്ടിലാണെങ്കിലും നമ്മൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു ട്രോളി വേണം എന്നുള്ളത്. അത് ചെറിയ സ്മോൾ സൈസുള്ള ഹാൻഡ് ലഗേജ് ആക്കി ക്യാബിൻ ബാഗായിട്ട് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ട്രോളി മേടിച്ചിട്ടുണ്ട്. ആ ട്രോളിയും അവിടെ ഓഫർ ഉണ്ടായിരുന്നു. സിംഗിളായിട്ടുള്ള ട്രോളി ആണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ പീസിനാണെങ്കിൽ 2,60,50,000 36,000 അങ്ങനെ 2,36,000 ആയിരുന്നു. 2,36,000 മലാവി കോച്ച. പക്ഷേ സെറ്റായിട്ട് മീഡിയം സൈസും അതിൻ്റെ ഉള്ളിൽ സ്മോൾ സൈസും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം, റൗണ്ട് പ്രൈസ് 3 ലക്ഷത്തിന് അല്ലെങ്കിൽ 2,50,000 അങ്ങനെ 2 സൈസ് പ്രൈസുള്ള സെറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 ലക്ഷത്തിൻ്റെ ഒരു സെറ്റ് എടുത്തു. ഞാൻ അപ്പോൾ ഇതാണ് 3 ലക്ഷം മലാവി കോച്ചേൻ്റെ ട്രോളി. 3 ലക്ഷം മലാവി കോച്ച എന്നാൽ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എഴുതി സ്ക്രീനിൽ വെക്കാം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാൽ കമൻസിൽ എല്ലാവരും ചോദിക്കും ഈ 3 ലക്ഷം മലാവി കോച്ച എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഓരോ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതിന് പകരം ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്ന് പറയുന്ന 3 ലക്ഷം മലാവി കോച്ചേൻ്റെ റേറ്റ് ആവില്ല ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. കാരണം 2-3 ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും മലാവി കോച്ചേൻ്റെ റേറ്റ് മാറും. അപ്പോൾ വലിയ ചേഞ്ചസ് ഉണ്ടാവില്ല, എന്നാലും ചെറിയ റേറ്റ് മാറും. അതുകൊണ്ടാണ് ഞാൻ മലാവി കോച്ച എത്രയാണ് ഇന്ത്യൻ മണി എന്നുള്ളത് പറയാത്തത്. പിന്നെ എല്ലാം ഇങ്ങനെ ഫോണിൽ നോക്കി പറയും വേണമല്ലോ. അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ട്രോളി തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും നന്നായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മീഡിയം സൈസാണേ. ഇതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സ്മോൾ സൈസ് ഉള്ളത്. കാണിച്ചു തരാം. ഇപ്പോൾ ഈ 3 ലക്ഷം മലാവി കോച്ച എന്ന് പറയുന്നത് 16,000 സംതിങ് ഇന്ത്യൻ മണിയാണ് കേട്ടോ. പക്ഷേ ഇതൊരിക്കലും നമുക്ക് നാട്ടിലെ പൈസ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന എന്തൊരു സാധനം ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല ബാക്കി എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് മലാവിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ആക്ച്വൽ പ്രൈസിൻ്റെ 2-3 ഇരട്ടി പ്രൈസ് ആയിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും പറയും ഈ 16,000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെയും കുറേ ട്രോളീസൊക്കെ വാങ്ങാമായിരുന്നു എന്ന്. പക്ഷേ അങ്ങനെ നാട്ടിലെ ഇന്ത്യൻ മണി വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇവിടെ ഒരു സാധനം നമുക്ക് വാങ്ങാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ അരിക്ക് ഒരു 100 രൂപയാണെന്ന് വിചാരിക്കുക. ആ 100 രൂപേൻ്റെ 4 ഇരട്ടിയായിരിക്കും ഇവിടെ അരിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ബ്ലാക്ക് കളറിന് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ സ്കൈ ബ്ലൂ. ഇത് രണ്ടും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന കളർ. പക്ഷേ സ്കൈ ബ്ലൂ ഈ ഒരു റേറ്റിലുള്ളത് ഉണ്ടായിരുന്നില്ല, ഈ ഓഫറിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒട്ടുമിക്ക സാധനത്തിന് അവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് ക്ലോസിങ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്മോൾ സൈസ്. അത് കാണിച്ചു തരാം. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ ഇങ്ങനെ ട്രോളി ഹാൻഡ് ലഗേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഉണ്ടോ, കറക്റ്റ് സൈസിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, ഇത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന്, ബാക്കിയൊക്കെ വീട്ടിലെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് വാങ്ങിയത് ഇത്രയാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസത്തിൻ്റെ ഡീറ്റെയിൽസും കൂടെ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരിപ്പൊടി കാണിക്കുക. എല്ലാ പ്രാവശ്യം കാണിക്കുന്ന പോലെ തന്നെ ഇതേ അരിപ്പൊടിയാണ്. അരിപ്പൊടിക്ക് ഇതേപോലെ എഴുതി വെച്ചിട്ടുള്ള റേറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ വെറുതെ പറയണമൊന്നുമല്ല, കാണുന്നുണ്ടോ, 12,000 മലാവി കോച്ചയാണ്. അപ്പോൾ 1 കിലോ അരിപ്പൊടിക്ക് 12,000 ആണ്. അത്രയും റേറ്റാണ് ഇവിടെ ഡീവാലുവേഷൻ വന്നത്. ആദ്യം ഇതിന് എത്രയാണെന്നറിയാം, 6,000 5,000 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ 12,000 മലാവി കോച്ച ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അരിപ്പൊടി എന്നല്ല, നമ്മുടെ ഇത് ഇന്ത്യൻ സ്പൈസിൽ മേടിച്ചതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ മേടിക്കുക. അതായത് അരിപ്പൊടി, അരി, പിന്നെ റവ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതിന് 12,000 ആയിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ നേരത്തെ കാണിച്ച അരിപ്പൊടിയൊക്കെ അത്യാവശ്യം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സോയ ചങ്ക്സ് കിട്ടും, അതിന് കണ്ടില്ലേ 7,950 മലാവി കോച്ച. ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രൈസിനെക്കാട്ടിലും കുറച്ചും കൂടിയും കൂട്ടിയിട്ടായിരിക്കും ഇട്ട് ഇവരുടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ടായിരിക്കും ഇടുക. ഇതാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കണ റവ, സൂചി റവ മറ്റേ സാധാ റവ തന്നെ, നമ്മുടെ സാധാ ഉപ്പുമാവ് ഉണ്ടാക്കണ റവ, ലഡു. ഇതെന്താ ലഡുവിൻ്റെ ഒക്കെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവയല്ല, ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന റവയാണിത്. ഇതിന് 6,000 ആണ് കേട്ടോ. 6,000 മലാവി കോച്ചയാണ്.
അതുപോലെ തന്നെ ഇത് കൊറിയാണ്ടർ പൗഡറാണ്. അതായത് ഒരു 250 ഗ്രാമിൻ്റെന് 5000 മലാവി കോച്ചിയാണ് കേട്ടോ. 250 ഗ്രാമിന് ഞാൻ തോന്നുന്നു. ഞാൻ ചെറിയ പാക്കറ്റാണ് മേടിച്ചത്. ഇതും റവയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത്, പിന്നെ ഇത് കണ്ടിട്ട് ഇത് സൂചി ഗോതമ്പ്, അതെ സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയുന്ന ആ ചെറിയ ഗോതമ്പുണ്ടല്ലോ നമ്മളിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തന്നെ. ഇത് ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇതിന് 5500. ഈ റവയ്ക്കാണെന്നുണ്ടെങ്കിൽ 6000 കേട്ടോ. ഇങ്ങനെ ഒരേ കമ്പനീൻ്റെ ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. പല പല കമ്പനീൻ്റെ സാധനങ്ങളൊന്നും കിട്ടില്ല. 1-2 കമ്പനീൻ്റെ സാധനങ്ങൾ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് ഞാൻ അവിടെ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ, സോന പപ്പടി. അതിന് 10500 സോന പപ്പടിക്ക്, ഇത്രയും ചെറിയൊരു സാധനത്തിന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാനുള്ളത് ഇതാണ്. ഇത് കണ്ടോ, അരി. ഈ പച്ചരിക്ക് 10000 10,000 മലാവി കോച്ചയാണ് ഈ ഒരു പച്ചരിക്ക്, 1 കിലോ പച്ചരിക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളമാണ് ഇവിടുത്തെ റേറ്റ് എന്നുള്ളത്. അപ്പോൾ 10,000 മലാവി കോച്ച എത്രയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. എല്ലാവർക്കും കുറേ താല്പര്യമാണ് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലാണോ, എത്രത്തോളം റേറ്റ് ഉണ്ട് എന്നൊക്കെ അറിയാം. കുറേ തവണ എന്നോട് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് വാങ്ങിയപ്പം എല്ലാവർക്കും കാണിച്ചു തരാൻ വിചാരിച്ചത്. അപ്പോൾ അരിയും പച്ചരി ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ 2 ആൽപ്പലിബേൻ്റെ ചെറിയ 2 കോലുമുട്ടായും മേടിച്ചിട്ടുണ്ട്. ഇതിന് എത്രയാണെന്ന് എനിക്കറിയില്ല, അതിൽ റേറ്റും കാണാനില്ല. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ സ്പൈസ് എന്ന് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടതല്ലേ ഇത്രയും 10,000 മുടക്കിയിട്ട് എങ്ങനെയാണ് ഇവിടെ താമസിക്കുക, ജീവിക്കുക എന്നുള്ളത്. അതിലൊന്നും ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം അരുണേട്ടനൊക്കെ സാലറി കിട്ടുന്നത് ഡോളറിലാണ്. അപ്പോൾ കോച്ചയിൽ ഡിവാലുവേഷൻ വന്നാലും നമുക്ക് അങ്ങനെ വലുതായിട്ട് ബാധിക്കൊന്നുമില്ല. അതിനനുസരിച്ചിട്ടുള്ള കോച്ച റേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലാവി എന്ന് പറയുന്നതുണ്ടല്ലോ, താമസിക്കാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. സിറ്റി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, ഞങ്ങൾ രണ്ടോളം സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറച്ചും കൂടി സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഭയങ്കര ഉള്ളിലോട്ട് താമസിക്കണമെന്ന് ആഗ്രഹമില്ല, എന്നാലും ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഒരു പച്ചപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് താമസിക്കാനായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം. കാരണം നമുക്ക് കുറച്ചും കൂടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടാകും. കുറേയൊക്കെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് ഹാപ്പി ആയിട്ട് കുറച്ച് പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ മലാവി എന്തായാലും ജീവിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ആഫ്രിക്കൻ കൺട്രിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ കൺട്രിയും ഇതേപോലെ തന്നെ ആവണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ആഫ്രിക്കയിൽ ഡേഞ്ചർ ആയിട്ടുള്ള കൺട്രീസും ഉണ്ട്, ഇതുപോലെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കമൻറ്റിൽ കണ്ടിരുന്നു, ഒരു ചേച്ചി മെസ്സേജ് ഇട്ടിരുന്നു, ആ ചേച്ചീൻ്റെ മകൻ ഗാനയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. ഗാനയിൽ അറിയുന്ന ഞാൻ അന്വേഷിച്ചായിരുന്നു, ഞാൻ പറഞ്ഞതെന്ന് അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കാരും ഗാനയിൽ അറിയുന്നവർ, ഉഗാണ്ടയിലൊക്കെ അറിയണ 1-2 ചേച്ചിമാരെ അറിയാൻ കണക്ഷൻ ഉണ്ട്. പക്ഷേ ഗാനയിൽ ഉള്ളവരെ എനിക്ക് അത്ര പരിചയമല്ല കേട്ടോ, ആരും കണക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഈ വീഡിയോ ആ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്കുള്ള റിപ്ലൈ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ, അറിയുകയാണെങ്കിൽ പറയാമെന്നുള്ളത്. അപ്പോൾ ഗാനയിൽ അറിയണവരൊന്നുമില്ല. ഗാന സേഫ് ആണോ എന്നൊന്നും എനിക്ക് പറയാനറിയില്ല. അങ്ങനെ നമ്മളൊരു രാജ്യത്ത് ചെന്ന് താമസിക്കാതെ ആ രാജ്യം സേഫ് ആണോ അല്ലയോ എന്ന് പറയാൻ എനിക്കറിയില്ല. മലാവി സേഫ് ആണോ അല്ലയോ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. കാരണം മലാവിയിൽ ഒറ്റയ്ക്ക് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, സിറ്റിക്കാണെന്നുണ്ടെങ്കിലും ഗ്രാമത്തിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും. എനിക്കങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ദൈവം സഹായിച്ച് ഈ 4 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഓരോരുത്തർക്കുള്ള എക്സ്പീരിയൻസ് ഓരോ പോലെ ആയിരിക്കും. ഞാൻ പറയുന്നതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആവില്ല വേറൊരാൾക്ക്. പക്ഷേ എന്നാലും പൊതുവേ മലാവി വലിയ പ്രശ്നമില്ലാത്തൊരു രാജ്യമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസിലും. പിന്നെ ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഇപ്പോൾ ഇന്ത്യൻ സ്പൈസ് എന്ന് വെച്ചാൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല, കാരണം ഇതൊക്കെ ബില്ലടിച്ചിങ്ങോട്ട് തരികയല്ലേ ചെയ്യുക. മറ്റേത് ഇന്ത്യൻ സ്പൈസിലാകുമ്പോൾ ഓരോ സാധനത്തിന് മുകളിൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാകും. ഞാനിപ്പോൾ ഈ ഒരു റോയൽ എന്ന് പറയുന്ന സൺഫ്ലവർ ഓയിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ വാങ്ങുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങി നോക്കിയതാണ്. ആദ്യം ഞാൻ സണ്ണി എന്ന് പറയുന്ന ഒരു സൺഫ്ലവർ ഓയിലായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. എന്താ അത് കണ്ടില്ല. അപ്പോൾ റോയലും സൺഫോയിൽ പറഞ്ഞ 2 ബ്രാൻഡിൻ്റെയും മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്കതും നമ്മൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. കാരണം വെളിച്ചെണ്ണയൊന്നും അങ്ങനെ കിട്ടാനില്ല, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ പെട്ടെന്ന് തീരും ചെയ്യും. പിന്നെ കുറച്ച് സോപ്പ് പൊടി, ഹാർപ്പിക്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. സൺലൈറ്റിൻ്റെ സോപ്പ് വാങ്ങാറുണ്ട്, ബ്രൂം എന്ന് പറയുന്ന വേറൊരു ബ്രാൻഡിൻ്റെ സോപ്പ് പൗഡർ വാങ്ങാറുണ്ട്. അങ്ങനെ കുറച്ചധികം സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ജിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൾട്ടിപർപ്പസ് ബ്ലീച്ചാണത്. അതായത് ഇപ്പോൾ കറകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഈ കറകളൊക്കെ കളയാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലീച്ചിങ് സാധനം, ലിക്വിഡാണ് ഈ ജിക്ക് എന്ന് പറയുന്നത്.
അതായത് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കഴുകിക്കളയാൻ പറ്റും. പിന്നെ ഇപ്പോൾ റംസാൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് നല്ല പ്രീമിയം ഡേറ്റ്സ് കിട്ടാനുണ്ട്. അപ്പോൾ കുറച്ച് ഡേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡേറ്റ്സാണ്, കണ്ടിട്ട് കഴിച്ച് നോക്കിയിട്ടില്ല. കഴിച്ച് നോക്കിയെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇത് നല്ലതാണോ അല്ലേന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം എന്താ, അങ്ങനെ കുറേ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടിഷ്യൂ ആണ്. ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു 2-3 സെറ്റ് വാങ്ങാറുണ്ട്. വലിയ വിലയില്ല, പക്ഷേ ഈ സെറ്റ് വാങ്ങിയിട്ട് ഞാൻ കിച്ചണിൽ വെക്കാറാണ്. അതായത് എനിക്ക് എപ്പോഴും കൈ ഉടയ്ക്കാൻ, ഞാൻ പറഞ്ഞ നേരത്തെ കിച്ചൺ ടവൽസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ കിച്ചൺ ടവൽ, ടിഷ്യൂ ഇതൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാട്ടോ കിച്ചണിൽ. അതേപോലെ പാത്രം തുടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്ത സാധനം മാറ്റി വെക്കാനൊക്കെ ഞാൻ ടിഷ്യൂ ഉപയോഗിക്കും. ടിഷ്യൂ എന്ന് പറഞ്ഞ സാധനം എൻ്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അതായത് കിച്ചണിൽ, എൻ്റെ ലൈഫിൽ എന്നല്ല കിച്ചൺ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ഈ ഹാൻഡ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ ആണ്, വലിയ വിലയില്ല കേട്ടോ. അത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു പർച്ചേസിങ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നോർമലി ഞാൻ കാണിക്കാറുണ്ടല്ലോ, ആ റേറ്റ് തന്നെയാണ്. 1000, 2000, 4000 അല്ലാതെ വെച്ചാൽ അങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റുള്ള പച്ചക്കറികളാണ്. കാരണം മഴ ആയതുകൊണ്ട് നമ്മുടെ പച്ചക്കറിയിലുള്ള ഏകദേശം എല്ലാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാരറ്റൊക്കെ പറിക്കാനുണ്ടല്ലേ, കുറേയൊക്കെ ക്യാരറ്റ് ചീഞ്ഞ് പോയെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാരറ്റും അങ്ങനെ ഗ്രീൻ ബീൻസ്, ഫ്രോസൺ ഗ്രീൻ ബീൻസൊക്കെ കിട്ടും, അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പർച്ചേസിങ് ഞാൻ നോർമലി അവിടെ ഷോപ്പ് കാണിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പോയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കാനുള്ളൊരു ത്രാണി ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നുമില്ല, ചെറിയൊരു കഥപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല. പിന്നെ വാങ്ങിയ സാധനങ്ങളപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ട്രോളിയും അതേപോലെ തന്നെ കംഫർട്ട് സെറ്റാണ് കേട്ടോ. നല്ല സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഞാൻ 4 ഒരുമിച്ച് മേടിച്ചത്. നമ്മളെന്തായാലും കുറേ നാൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പം എന്താ പറയുക, റേറ്റ് കുറഞ്ഞ സമയത്ത് ഇങ്ങനത്തെ വാങ്ങി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ബൈ ബൈ.